അങ്ങനെ കൊടുക്കാൻ ശ്രമിക്കുന്നതാണ് ഇങ്ങനത്തെ രോഗങ്ങൾക്ക് പ്രയാസം ഉണ്ടാക്കാനും ഭക്ഷണം തരിപ്പിൽ പോകാനും അത് കാരണം മറ്റ് അപകടങ്ങൾ വരാനും സാധ്യത ഉണ്ടാവാൻ കാരണമാകുന്നത്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാവണം ഒരാൾക്ക് ഈ അപസ്മാരം വന്നു കഴിഞ്ഞാൽ വീണ്ടും 60% പിന്നെയും അപസ്മാരം വന്ന ആൾക്ക് വീണ്ടും അടുത്ത പനി വരുമ്പോൾ ഈ അപസ്മാരം ഉണ്ടാകാൻ സാധ്യതയുണ്ടാകും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മളെപ്പോഴും ഇങ്ങനത്തെ ഒരു പ്രയാസം വന്ന ഒരാൾക്ക് പാരസെറ്റമോൾ എപ്പോഴും സ്റ്റോക്ക് ചെയ്യണം. ഏറ്റവും പ്രധാനം ഈ നനച്ചുതൊടയുടെ പ്രാധാന്യമാണ്. അത് കൃത്യമായിട്ട് അനുവർത്തിക്കുക. പനിയുടെ മൂർധന്യാവസ്ഥയിൽ എത്തുന്ന മുമ്പേ തന്നെ അടുത്തുള്ള നമ്മളുടെ ഫാമിലി ഡോക്ടറെ കണ്ട് അതിന് വേണ്ട പരിഹാരങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഇതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. കൃത്യമായ ഫോളോ അപ്പുകൾ ഇതിന് കൃത്യമായിട്ട് വേണം. ഇത് എപ്പോഴുള്ള അപസ്മാരം, എല്ലാ അപസ്മാരങ്ങളും ചിലപ്പം പനി വരുന്ന അപസ്മാരം ആയിരിക്കില്ല. ചിലപ്പം തലച്ചോറിൽ പഴുപ്പ് വരുമ്പോഴും മറ്റ് ശരീരത്തിലെ ലവണങ്ങൾ കുറയുമ്പോഴൊക്കെ അപസ്മാരം ഉണ്ടാകും. അത് നമ്മൾ കാണിക്കുന്ന ഫാമിലി ഡോക്ടറെ കാണിച്ച് അതിനനുസരിച്ച് അവർ നിഗമനം നടത്തി തീരുമാനമാക്കേണ്ടതാണ്. അപ്പോൾ ഒരു ഈ അപസ്മാരം വന്നാലും നിങ്ങൾ എന്തായാലും അടുത്തുള്ള നിങ്ങളുടെ ഡോക്ടറെ കാണിച്ച് കൃത്യമായ അതിൻ്റേതായിട്ടുള്ള വേണ്ട ടെസ്റ്റുകളും കാര്യമായ നിരീക്ഷണങ്ങളും പരിശോധനകളും ഒക്കെ ചെയ്യേണ്ടത് ഇതിൻ്റെ രോഗനിർണയത്തിന് അത്യാവശ്യമാണ്. ഈ ഒരു അപസ്മാരം ഉണ്ടായി വിചാരിച്ചിട്ട് കുഞ്ഞിൻ്റെ ഭാവിയിലുള്ള പഠിത്തത്തിനോ അവരുടെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾക്കോ ഒന്നും പ്രയാസം ഉണ്ടാവില്ല. കൃത്യമായ ചികിത്സ കൃത്യമായ രീതിയിൽ കൊടുക്കുകയും ഇത് കൂടുതൽ വരാതിരിക്കാൻ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് അയൺ ചികിത്സ കൊടുക്കണത് നല്ലതാണ്. അതായത് രക്തക്കുറവുള്ള നമ്മളെ ഒരുവിധം കുഞ്ഞുങ്ങൾക്കെല്ലാം അനീമിയ അഥവാ രക്തക്കുറവുള്ള ആളുകളാണ്. അപ്പോൾ അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഇരുമ്പ് സത്ത് നമ്മൾ സിറപ്പായിട്ട് കൊടുക്കുക വഴി നമുക്കിതിൻ്റെ തവണകൾ വരുന്നത് കുറയ്ക്കാൻ സാധിക്കും.